എനിക്കൊന്നുമില്ല, ഒന്നുമില്ലാണ്ട് ഇപ്പം ഞാൻ നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവില്ല, 2 കുട്ടികളെ കെട്ടിച്ചതാണ്. കൂടപ്പറപ്പുകളൊക്കെ പോയിക്കാണ്. ഞങ്ങൾക്ക് ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഞങ്ങളെ മക്കള് പിഞ്ച് പയതിനടുത്ത് 2 മണിക്ക് ഞാൻ ഇറങ്ങി ഓടിയതാണ്. ഇങ്ങനെയുള്ളൊരു മോളും ഞാനിപ്പോൾ ഒറ്റയ്ക്കായിരിക്കണത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ക്യാമ്പിൽ പോയതിന് എവിടെ പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. എൻ്റെ ആകെ മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂളിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആകെയുള്ളത് ചില ഓർമ്മകൾ മാത്രമാണ്. ഈ ഓർമ്മകളാണ് ചൂരൽമലയിലെ പഴയ സന്തോഷ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് സ്വന്തമായുള്ളതും. സകലതും ഈ ഒരു ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടവരാണ്. സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ആവശ്യമായ സാധനങ്ങളെല്ലാം, വീടുൾപ്പെടെയുള്ള എല്ലതും നഷ്ടപ്പെട്ട അമ്മമാരാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. അമ്മച്ചിക്ക് എന്തൊക്കെയാണ്? എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി ഒന്നുമില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളെയും കെട്ടിച്ചു. കുറേശ്ശെ സ്വരുക്കൂട്ടി വെച്ച വീടാണ് എൻ്റേത്. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാ അടിയോടെ പോയി. നമ്മൾ ഇതിൽ രക്ഷപ്പെട്ടു പോയതാണ്. എങ്ങനെയാണ്? എനിക്കൊന്നുമില്ല, ഒന്നുമില്ലാണ്ട് ഇപ്പം ഞാൻ നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവില്ല, 2 കുട്ടികളെ കെട്ടിച്ചതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി ഇരിക്കാൻ വേണ്ടി ക്യാമ്പിൽ നിന്ന് വിട്ടാൽ എവിടെയാണ് പോകുക എന്നുള്ള ഒരു ഇതില്ലാതെ നിൽക്കുകയാണ്. നമ്മൾ പൂർണ്ണമായിട്ടും പോയി. ഒന്നുമില്ല. ഏത് ഭാഗത്തായിരുന്നു? സ്കൂൾ റോഡ്, SS റോഡിൽ. സ്കൂളിൻ്റെ മുൻവശത്തായിരുന്നു? ബാക്ക് വശത്താണ്. ബാക്ക് വശത്ത് കുറച്ച് മേലോട്ട് കയറി പോകണം. അപ്പോൾ അവിടെയാണ് വീടുണ്ടായത്. വീട് കംപ്ലീറ്റ് പോയി. അവിടുന്ന് നിർദ്ദേശം കിട്ടി പുറത്തേക്ക് മാറിയതായിരുന്നു? അല്ല, ഞാൻ പിന്നെ ബംഗളൂരിൽ നമ്മളെ ചേച്ചീൻ്റെ മരുമകൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ ആ മരിപ്പ് കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വീടൊക്കെ പോയി. അവിടുന്ന് മരിപ്പൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വരുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് വീടുമില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ എവിടെ പോകും? അങ്ങനെ നമ്മളിവിടെ വന്നതാണ്. ഒരു സാധനം എടുക്കാനും പറ്റില്ല, ഒന്നും പറ്റിയിട്ടില്ല. ഉടുത്ത സാരി മാത്രമേ ഉള്ളൂ. ആ സാരിയും ബ്ലൗസ് ഇട്ട സാരിയോടെയാണ് വന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ വന്നിട്ടാണ് നൈറ്റി അതൊക്കെ തന്നത് അവർ. ഇത്തയുടെ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾ ഉരുൾ പൊട്ടുന്ന സമയത്ത് 2 മിനിറ്റ് കൊണ്ട് എൻ്റെ വാപ്പ ഇല്ലെങ്കിൽ ഞാൻ 3 മാസമുള്ള ഒരു പ്രായമുള്ള ഒരു മോന്, വേറൊരു 10 വയസ്സുള്ള ഒരു മോന്, എൻ്റെ ഉമ്മ, ഉപ്പ, എൻ്റെ ഭർത്താവ്, എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. ആ ഉറക്കത്തിൽ ഞങ്ങൾ എന്തോ ഒരു അപൂർവത്തിലാണ് ദൈവം ഞങ്ങളെ ഉപ്പാനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ല, എല്ലാവരും പോയിട്ടുണ്ടാവും. വീടൊക്കെ പിന്നെ ഞാൻ ഒരു പാടിയിലായിരുന്നു താമസം, മുണ്ടക്കായി പാടിയിലാണ് താമസം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ 1 വർഷമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക്, തറവാട്ടിലേക്ക് പ്രസവത്തിന് ഞാൻ വന്നതാണ്. അവിടുന്ന് ഞങ്ങൾ ഒരു കൂട്ടി വെച്ചിട്ട് ഒരു വീട് വെച്ച് ആ വീട് അടുത്ത മാസം ഞങ്ങൾ കയറിക്കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നതായിരുന്നു. ഞങ്ങൾക്ക് ഒന്നുമില്ല. അതൊക്കെ ഞങ്ങൾ അടിയോടെ പോയി കിടക്കുകയാണ്. എവിടെ ഇവിടുന്ന് എവിടെ പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ എൻ്റെ ആ കുഞ്ഞു മക്കളെ കൊണ്ട് പോകുന്നത് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കാട്ടിയിട്ട് ഞങ്ങൾക്കൊരു വീട് വേണം തന്നെ. ഞങ്ങൾ ഇവിടുന്ന് താൽക്കാലികമാണ്. പിന്നെ ഞങ്ങളെ കൂടപ്പറപ്പുകളൊക്കെ പോയിക്കാണ്. ഞങ്ങൾക്ക് ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഞങ്ങളെ മക്കള് പിഞ്ച് പയതിനടുത്ത് 2 മണിക്ക് ഞാൻ ഇറങ്ങി ഓടിയതാണ്. മലയിൽ ഏതോ ഒരു വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് അറിയും കൂടല്ല, ആ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ നിന്ന്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾ വന്നത്. ഞങ്ങൾ രക്ഷപ്പെടും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ മക്കളെ 2ആളെയും, എൻ്റെ ഹസ്ബൻഡും, ഞങ്ങളും, എൻ്റെ ഉമ്മയും ഞങ്ങൾ കിട്ടും ഞങ്ങൾ ഒരിക്കലും വിചാരിക്കും. ഉമ്മാക്ക് ഉപ്പാക്കൊക്കെ അസുഖമുള്ള ആൾക്കാരാണ്. ഉപ്പാക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, ഉമ്മാക്ക് വാൽവാണ് അസുഖമുണ്ട്. അപ്പോൾ അവരൊക്കെ ഞങ്ങളാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇനി ഞങ്ങൾ എവിടെ പോകുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ പിന്നെ പുതിയ വില്ലേജിലാണ്. ഞാൻ ഒറ്റക്കാണ് താമസിക്കുന്നത്. ഉമ്മയും ഇപ്പയും പുതിയ വില്ലേജിലായിരുന്നു. ഞാൻ പ്രസവത്തിന് എൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലവും ഞങ്ങളിപ്പോൾ ഒരു കൂട്ടി വെച്ച ഒരു വീട് ടൗണിൽ വെച്ചിട്ടുണ്ടായി. അത് അടിയോടെ പോയിട്ടുണ്ട്. അത് അവിടെ ഇന്നലെ പോയി നോക്കുമ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് എവിടെ ഇറങ്ങും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇപ്പം ഇവിടെ നമ്മൾ താൽക്കാലികം നമ്മൾ നിൽക്കുകയാണ്. അല്ല ഇറങ്ങി ഓടിയതാണ്. ഞങ്ങൾക്ക് ഒരു വിവരം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഞങ്ങൾ വെള്ളം വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഞങ്ങൾ അടുക്കള വശത്ത് കൂടെയാണ് വീടിൻ്റെ അകത്ത് മരവും ഒക്കെ വന്നിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ രക്ഷപ്പെട്ട് 2 മണിക്ക് ഓടുന്നത്. ആ രാത്രി കറണ്ടില്ല, പിന്നെ പാറകൾ. കുറേ വട്ടം ഞാൻ മോനെ എടുത്തിട്ട് ഞാൻ വീഴാൻ വേണ്ടി പോയി. മോനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എൻ്റെ കുട്ടീനെ കിട്ടൂല. 2 മക്കൾ ഞങ്ങൾക്ക് കിട്ടാതാവും. കാരണം അങ്ങനത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടുന്ന് അയൽവാസികളൊക്കെ പോയി അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഞങ്ങൾ മൃതദേഹങ്ങൾ ഞങ്ങൾ എടുക്കുകയാണ്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിന്. കാരണം അതേപോലെ ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു വീട് വെച്ച് തരണം. ഞങ്ങൾ അതേ ആവശ്യപ്പെടുന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഇനി ഞങ്ങളെ കയ്യിൽ നിന്ന് ഒന്നും എടുക്കാനൊന്നുമില്ല. നുള്ളിപ്പറക്കി ഞങ്ങൾ പണിക്ക് പോയിട്ട് 2ആളും പണിക്ക് പോയിട്ട് നുള്ളിപ്പറക്കി കിട്ടിയതാണ് ഞങ്ങൾ ഒരു കുട്ടിയെ വെച്ച ഒരു വീട് വെച്ചത്. ആ വീട് ഞങ്ങൾക്ക് പൂർണ്ണമായും തകർന്ന്
ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. ആ വീടുമില്ല, ഞങ്ങൾക്ക് അവിടെ നാട്ടുകാരുമില്ല. ഞങ്ങൾക്ക് ആ നാട് വേണ്ട ഞങ്ങൾ പറയാം. ഞങ്ങൾക്കൊരു വീട് നിർബന്ധമാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു നിർബന്ധമായ ഒരു വീട് വെച്ച് തരണം. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. നമ്മളെ താഴെയുള്ള പിന്നെ എല്ലാവരും അയൽവാസികൾ കംപ്ലീറ്റ് പോയി, ഒരാളും. ഞാനെന്തോ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അവിടെ ആ മരിപ്പിന് പോയത് കൊണ്ടാണ്. വിചാരിച്ചിട്ടില്ല, കാരണം ഇവരൊക്കെ റോഡ് പുഴ സൈഡാണ്. ഒരു പുഴൻ്റെ സൈഡായിരുന്നു. നമ്മൾ 3 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങി അതിലൊരു വീട് വെച്ചതായിരുന്നു. നമ്മൾ അയൽവാസികളും പോയി, നമ്മളും പോയി. നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്. ആ മരിപ്പിന് പോയത് എൻ്റെ വീട് മുണ്ടക്കായിലായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഇരുന്ന പാടി ഫുള്ളായി പോയി. അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ഉണ്ടായത് എൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു. പിന്നെയുള്ള ഒരു മോളും ഞാനിപ്പോൾ ഒറ്റയ്ക്കായിരിക്കണത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് പോയതിന് എവിടെ പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. എൻ്റെ ആകെ അപ്പം അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയാണ്. എല്ലാവരും അങ്ങനെ എന്താ പറയുക, നമ്മൾ അറിയുന്ന ആൾക്കാർ എല്ലാവരും പോയവരും. നമുക്ക് പേര് സൗമ്യ, ഞാനിപ്പോഴാണ് വീട് വെച്ചിട്ട് പോയത്. ഞങ്ങളിപ്പോൾ ഇവരെ പാടിയിലാണ് ഞങ്ങൾ ഇരിക്കുന്ന. അയൽവാസി ഇവരപ്പം ഞാൻ നിൽക്കണത്. ഇപ്പോൾ എൻ്റെ കുട്ടി ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവരപ്പം. ഞങ്ങൾ മുണ്ടക്കായി പാടിയിലാണ്. രാത്രി ഉരുള് പൊട്ടുന്ന സമയത്ത് ഫസ്റ്റത്തെ ഉരുള് പൊട്ടുന്ന ഞങ്ങൾ കണ്ടു, നേരിട്ട് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3 മക്കളാണുള്ളത്. ചെറിയ കുട്ടി 8 മാസമായിട്ടുള്ളൂ. രാത്രി രണ്ടാമത്തെ ഉരുള് പൊട്ടിയാൽ ഞങ്ങൾ പാടീൻ്റെ അടുത്ത് കൂടെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടിയതാണ്. 1 കിലോമീറ്റർ ഓടിയിട്ടാണ്. ഇപ്പം ഒന്നും എടുക്കാൻ പറ്റില്ല. കുട്ടികളെ മാത്രം 3 എണ്ണത്തിന് എടുത്ത് പിടിച്ചിട്ടാണ് ഓടിയത്. ഓടിയിട്ട് 1 കിലോമീറ്ററൊക്കെ ഓടി. എല്ലാവരും സേഫ് ആയിട്ടുണ്ട്. എൻ്റെ മോളാണത്. ഞാനും റാട്ടപ്പാടി തന്നെയായിരുന്നു. എൻ്റെ കൊച്ചാണത്. പിന്നെ ഇതേപോലെ ഞങ്ങൾ ഒന്നും എടുത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി എങ്ങോട്ട് ഓടണമെന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടാമത്തെ പൊട്ടലിൽ കുട്ടികളിനെ എടുത്തിട്ട് ഓടി. ഇപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ വീട് പറഞ്ഞാൽ ആ എസ്റ്റേറ്റ് പാടിയാണ്. അത് മൊത്തം പോകാനായിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ആശ്രയമല്ല. എൻ്റെ ഒരു ആശ്രയം പറഞ്ഞാൽ വനറാണി എസ്റ്റേറ്റ് ആയിരുന്നു. ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഇനി എനിക്ക് പോകാൻ പറ്റില്ല. വീടൊക്കെ എല്ലാവരുടെ വീടും ഒരു ഭാഗത്തായിരുന്നു. ഞങ്ങളൊക്കെ ഏത് പാടിയിലായിരുന്നു? ഞങ്ങള് പിന്നെ റാട്ടപ്പാടിയിലാണ് താമസിക്കുന്നത്. ഫാക്ടറിന്റെ അടുത്തുള്ള പാടിയിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം പാടിയൊക്കെ തുറന്ന് കിടക്കുകയാണ്. വെള്ളം വന്ന് അടിച്ച് കയറിയിട്ട് ഒക്കെ പോയി നോക്കി. ഹസ്ബൻഡ് പോയി നോക്കി. ഇപ്പോഴും അവിടെ ഉണ്ട് അവർ. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് ഞങ്ങൾ എന്താണ് എങ്ങനെയാണ് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾക്ക് ഞങ്ങളെ ഹസ്ബൻഡിനെ അങ്ങോട്ട് വിടാൻ തന്നെ പേടിയാണ്, കാരണം അങ്ങനത്തെ സാഹചര്യം. ഇന്നലെ എൻ്റെ ഉപ്പ പോയിട്ട് പറഞ്ഞു ഇനി നമുക്ക് ആ നാട് വേണ്ട, കാരണം ആ നാട്ടിലേക്ക് പോകാൻ പറ്റൂല. വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ ഫോണിൽ ലൈവാണ് കാണുന്നത്. പുഴയിൽ കൂടെ വെള്ളമൊക്കെ വരുന്നതില്ലേ, എന്തോ ഒരു ഭീകരമായൊരു ഒച്ചയായിരുന്നു ഞങ്ങൾക്ക് കേൾക്കുന്നത്. രാത്രി ഒന്നും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളെ മക്കളൊക്കെ പേടിച്ചിട്ട് ഉറക്കമില്ല, പേടിച്ച് കരയാണ്. ആ 3 മാസം പൈതലിനെ അടിച്ചിട്ട് ഞാനൊക്കെ 2 മണിക്ക് ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഡ്രസ്സ് കിട്ടുന്നത്. ഞങ്ങൾ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഉരുള് പൊട്ടി പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ആർമീൻ്റെ വണ്ടി വന്നിരുന്നു ബോഡി കയറ്റാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആ ഭാഗത്താണ് ഇഷ്ടംപോലെ ബോഡി വന്ന് ഇതാക്കുന്നത്. അപ്പോൾ അവരാണ് ഞങ്ങളെ കൊണ്ട് ഇക്കരെ കടത്തിയിട്ട് ഇവിടെ നിന്ന് രക്ഷിച്ചത്. ഇവിടെ നിന്ന് ആംബുലൻസിലാണ് വന്നത്. ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് വീട് വേണം. ഞങ്ങൾ ഇനി അങ്ങോട്ട് വിടരുത്. വീടാണ് ഞങ്ങളെ ആശ്രയം. ഞങ്ങൾ പാടിയിലായിരുന്നു. അച്ഛനും അമ്മയും വേറെ സെപ്പറേറ്റ് പാടിയിലാണ്. ഞങ്ങൾ അതിൻ്റെ കുറച്ച് താഴത്തെ പാടിയിലാണ്. 1 മണിയായപ്പോൾ ഈ ഒച്ച കേൾക്കണത്. ഞാനും കുട്ടിയും മാത്രമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ഇവളെ വിളിച്ചപ്പോൾ ഇവൾ പറഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കണ്ട, നീ വാന്ന്. അപ്പോൾ ഇവരെ വീട്ടിൽ പോയി നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര ശബ്ദം. എല്ലാവരും 4 ഭാഗത്ത് കൂടി ഓടണേ. ഞാനും കുട്ടീനെ എടുത്തിട്ട് ഓടി. കാലിൻ്റെ മുട്ടിന് മേലേക്ക് വെള്ളം കയറുന്നുണ്ട്. പക്ഷേ കുട്ടീനെ നിലത്തിച്ചാൽ കുട്ടി മുങ്ങും. അങ്ങനെ ആയിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ കൊണ്ട് കുട്ടീനെയും കെട്ടിപ്പിടിച്ച് അവിടെ നിന്നപ്പോഴാണ് ജീപ്പ് വന്നിട്ട് കയറിക്കും മോളേണ്ട് ആരോ എന്നെ കൊണ്ടുവന്നിട്ട് ബംഗ്ലാവിലാക്കിയത്. രക്ഷപ്പെട്ട കഥകളാണ് നമ്മൾ കേട്ടത്. ഇവർക്കിപ്പോഴും ശബ്ദം കേൾക്കുമ്പോൾ പേടിയാകുന്നു. അതായത് ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നത് ആ ഉരുൾപൊട്ടലിൻ്റെ ശബ്ദമാണ്. ജീവൻ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ജീവൻ്റെ ജീവനായ പലതും നഷ്ടപ്പെട്ടവരാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഇവരെല്ലാവരും. ഇവർക്കൊരു വീടാണ്, കയറി ചെല്ലാൻ പറ്റിയ നല്ല സുരക്ഷിതമായൊരു വീട്. അതും ഇപ്പോഴുള്ള ചൂരൽമലയിലോ മുണ്ടക്കയിലോ വേണ്ട എന്നുള്ള നിർബന്ധം കൂടി ഇവർ വയ്ക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരിക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ ടീം വയനാട്.